ഹിത കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ചായ ഉണ്ടാക്കുന്ന ഇതാണ് കാണിക്കാൻ പോകുന്നത്. ചായ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, എന്നാൽ ഇന്നൊരു മസാല ചായ ഉണ്ടാക്കി എല്ലാവർക്കും ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അതിനു വേണ്ടി ഒരു കപ്പ് വെള്ളം ഗ്യാസ് അടുപ്പ് കത്തിച്ച് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം ചൂടാകുമ്പോൾ ചതച്ച ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു ഗ്രാമ്പു, ഒരുപാട് ഗ്രാമ്പു ആയാലും അതിൻ്റെ കുത്തൽ വരും, അതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തത്. ഒരു ചെറിയ കഷ്ണം പട്ട. ഞാൻ 2 കപ്പ് ചായയാണ് ഉണ്ടാക്കുന്നത്. രണ്ട് ഏലക്ക ചതച്ചത് ഇത്രയും ഇട്ട് കൊടുത്ത് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാം. തീ കുറച്ചതിന് ശേഷം നിങ്ങൾക്ക് എത്ര കടുപ്പം വേണോ അത്രയും ചായപ്പൊടി ചേർക്കാം. ഇത് കണ്ണന്തേയും തേയിലയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. AVT തേയിലയും ഉപയോഗിക്കാറുണ്ട്. ഒരു സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കടുപ്പം ഇറങ്ങുന്നത് വരെ ഇനിയും വീണ്ടും ഒരു 30 സെക്കൻഡ് തിളപ്പിക്കാം. നല്ല ഏലക്കയുടെയും ഇഞ്ചിയുടെയും നല്ല മനം മയക്കുന്ന മണമാണ് വരുന്നത്. ഇനി ഇതൊന്നും നല്ലവണ്ണം തിളക്കുമ്പോൾ 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് വെള്ളമാണ് ഞാൻ ആദ്യം ചേർത്തത്, അതിന് 1 കപ്പ് പാൽ ചേർത്തിരിക്കുന്നു. ഇനി ഇതൊന്ന് കുറച്ചു നേരം തിളപ്പിക്കുക. പാലിട്ടതിന് ശേഷം നല്ലവണ്ണം തിളപ്പിക്കണം. ഇതൊക്കെ വല്ല സമയത്തുമല്ലേ എല്ലാവരും ഉണ്ടാക്കുള്ളൂ. സാധാ ചായയല്ലേ എല്ലാവരും ഉണ്ടാക്കുന്നത്. ഇത് മസാല ചായയാണ്. തിളച്ച് വരുന്നുണ്ട്, കടുപ്പവും നല്ലവണ്ണം ഇറങ്ങി വരുന്നുണ്ട്. ഇനി പഞ്ചസാര ആവശ്യമുള്ളവർ പഞ്ചസാര ചേർക്കുക, അല്ലെങ്കിൽ ഇത് വേണ്ട, സ്കിപ്പ് ചെയ്യുക. ഞാൻ ഇന്ന് എനിക്കും ഷുഗർ ഉള്ളതാണ്, ഞാൻ പഞ്ചസാര ഒന്നും ചേർക്കാറില്ല. ഞാൻ ഇന്ന് ഇതിൽ മധുരം ചേർക്കുകയാണ്. നല്ലവണ്ണം തിളച്ച് കുറച്ച് നേരവും കൂടി തിളപ്പിച്ചതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യുക, കപ്പിലോട്ട്. നല്ല രുചിയുള്ള ചായയാണിത്, എല്ലാവരും ചെയ്തു നോക്കണം. ചായ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, എന്നാലും ഇതുപോലെ ഒരു ചായ എപ്പോഴും എല്ലാവരും ഒരു മസാല ചായ കുടിക്കണമെന്ന് ആഗ്രഹം വരുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക. നല്ല ഉപകാരപ്പെടും. ചായ ഉണ്ടാക്കാൻ തുടങ്ങുന്ന ബാച്ചിലേഴ്സിന് ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. ഇനി മസാല ചായ ഉണ്ടാക്കാൻ തോന്നുമ്പോൾ ഇതുപോലെ ചെയ്യുക. നല്ല രുചിയുള്ള മസാല ചായയാണിത്. എല്ലാവരും ചെയ്തു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ.